ഹലോ ഫ്രണ്ട്സ്, ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആയിട്ട് ഒരു പ്ലം കേക്ക് കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ അല്ലേ. അപ്പം ഞാനും കൊണ്ടുവന്നിട്ടുണ്ട് ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്ലം കേക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പം ഈസി ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഒരുപാട് നൂലാമാലകളൊന്നും ഇല്ല. അപ്പം ഈസി ആയിട്ട് ഞാൻ കാണിച്ചു തരുന്നത് അതേപോലെ നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പ്ലം കേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രൈ ഫ്രൂട്ടിലാണ് നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ. ഒരുപാട് ഡ്രൈ ഫ്രൂട്ടിൻ്റെ കലവറയാണ് നമ്മുടെ പ്ലം കേക്ക് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് റിച്ച് ആയിട്ടായിരിക്കും നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബദാമും കശുവണ്ടിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് 1 കപ്പ് കൂടുതലുണ്ട്. അതുകൂടാതെ കുറച്ച് ഡേറ്റ്സ്, കുറച്ച് കിസ്മിസ്, കുറച്ച് ടൂട്ടി ഫ്രൂട്ടി. കിസ്മിസ് എന്ന് പറയുന്നത് ഞാൻ ബ്ലാക്കും ഗോൾഡൻ കളറിൽ എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു സാധനമാണ്. നമ്മൾ എവിടെ നിന്ന് പ്ലം കേക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഈ കറുത്ത കിസ്മിസ് ഉണ്ടാവും കേട്ടോ. അതുകൂടാതെ ടൂട്ടി ഫ്രൂട്ടി ഉണ്ട്. നമ്മുടെ കയ്യിലുള്ള എന്ത് ഡ്രൈ ഫ്രൂട്ടിൻ്റെ ഇത് നമുക്ക് എടുക്കാം കേട്ടോ. നമ്മുടെ ഇഷ്ടമാണ് അത് എന്ത് വേണം എന്നുള്ളത്. എന്നിട്ട് ഞാനിവിടെ 2 കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം 1 കപ്പ് നമുക്ക് കാരമൽ ചെയ്യാനും 1 കപ്പ് പൊടിച്ചെടുക്കാനുമാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ പകുതി മതിയെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ 2 കപ്പ് മൈദയിൽ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഇത്രയും. അപ്പം നിങ്ങൾ 1 കപ്പിലാണ് ചെയ്യുന്നതെങ്കിൽ 1 കപ്പ് പഞ്ചസാര എടുക്കുക. അതിൻ്റെ പകുതി കാരമലേക്ക് പകുതി നിങ്ങൾ പൊടിച്ചെടുക്കുക. അതേപോലെ തന്നെ മുട്ട ഞാൻ 4 എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ പകുതി മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 ഉപയോഗിക്കുക. പിന്നെ അത് കൂടാതെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് പിന്നെ വാനില എസൻസ് ആണ്. വാനില എസൻസ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ളത് മൈദ. നമ്മളപ്പം ആദ്യം എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ഉരുക്കാൻ വേണ്ടി പോവാണ്, കാരമൽ ചെയ്യണേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് പഞ്ചസാര ഇട്ടു. ഇനി ഇത് നമുക്ക് കാരമൽ ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഉരുകി, ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, അങ്ങനെ തന്നെയാണ് വെച്ചേക്കുന്നത്. നന്നായിട്ട് ഉരുകി വരും. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പഞ്ചസാര അതാ മെൽറ്റായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. മെൽറ്റാവാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ സിമ്മിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് കരിഞ്ഞു പിടിക്കും. കരിഞ്ഞു പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൈപ്രസം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ സിമ്മിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. ദേ ഉരുകി വരുന്നുണ്ട്. വേണ്ട, അങ്ങനെ നമ്മുടെ പഞ്ചസാര ഫുള്ള് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ ഒരു കളറ് കണ്ടോ, ഒരു ചെറിയൊരു ഗോൾഡൻ കളറാണുള്ളത്. ഇപ്പോൾ ഈ കളറ് മാറി നന്നായിട്ട് പതഞ്ഞ് മേലേക്ക് വരും. അതങ്ങനെ ഫുള്ള് പതഞ്ഞ് വന്ന് കഴിയുമ്പം അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയിട്ട് നല്ലൊരു ഗോൾഡൻ കളറിലേക്ക് മാറും. അതാണ് കേട്ടോ നമ്മുടെ പ്ലം കേക്കിന് കളർ തരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. ഞാൻ ഇപ്പോൾ 1 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ആദ്യം കുറച്ച് വെള്ളമൊന്ന് ഒഴിക്കുക. അതിനുശേഷം നമ്മൾ ബാക്കി വെള്ളം ഒഴിച്ചാൽ മതി. അങ്ങനെ നമ്മുടെ കാരമൽ സിറപ്പ് റെഡി ആയിരിക്കുകയാണ്. ഇതാ ഇപ്പോൾ ഒഴിക്കുന്ന സമയത്ത് കുറച്ച് കട്ട കട്ടിയ പോലെയൊക്കെ നമുക്ക് തോന്നും, പക്ഷെ അത് കുഴപ്പമില്ല, അത് ഉരുകി വരും കേട്ടോ. വേണ്ട, അങ്ങനെ വെള്ളം ഒഴിച്ച് വെള്ളവും കാരമലും കൂടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ആ തിളച്ച് വന്നതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ്, ഇപ്പോൾ നിങ്ങളുടെ കയ്യിരിക്കുന്ന ഡേറ്റ്സ് നല്ല സോഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ ഇതിനകത്ത് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ബാക്കിയുള്ള സാധനങ്ങൾ മാത്രം ഇട്ടത്. എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ഹാർഡാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തേക്ക് ഇട്ടത്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അതിട്ടിട്ട് നന്നായിട്ട് കാരമൽ സിറപ്പ് ഡ്രൈ ഫ്രൂട്ടിലേക്ക് പിടിച്ച് നന്നായിട്ട് വറ്റി വരും. അന്ന് കഴിയുമ്പോൾ നമുക്ക് അത് സ്റ്റവ് ഓഫ് ആക്കാം. നന്നായിട്ട് പഴുത്ത ഒരു ഓറഞ്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെക്കുക. എന്നിട്ട് അത് നമ്മൾ ഇതിൻ്റെ ഈ മുകളിലത്തെ ഈ സ്കിൻ മാത്രമേ എടുക്കാവുള്ളൂ. അതിനാഘോഷത്തെ സ്കിന്ന് ആ വെളുത്ത സൈഡ് നമ്മൾ എടുക്കാൻ പാടില്ല. ജസ്റ്റ് പ്ലം കേക്കിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണല്ലോ ഓറഞ്ച് സെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം വല്ലപ്പോഴൊക്കെ കേക്ക് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഇതിപ്പം വാങ്ങി വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വേസ്റ്റായി പോകും. അപ്പോൾ അതിന് പകരം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ല പഴുത്തൊരു ഓറഞ്ച് എടുക്കുക, നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ വെളിയിലുള്ളതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ആ വെളിയിലുള്ള ആ ഓറഞ്ച് കളർ ഇരിക്കുന്ന ഭാഗം മാത്രം നമ്മളൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ കാരമൽ സിറപ്പിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അത് അതിൻ്റെ കൂട്ടത്തിൽ കിടന്ന് അത് സിറപ്പിൻ്റെ കൂടെ കിടന്ന് അത് വെന്ത് നല്ലൊരു സിസ്റ്റ് രൂപത്തിലായിക്കോളും. അപ്പോൾ നമുക്ക് സിസ്റ്റ് വേറെ വാങ്ങി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതായത് അതിനൊരു ഫ്ലേവർ കൊടുക്കും. അത് മാത്രമേ അതിൻ്റെ ഉദ്ദേശമുള്ള ഓറഞ്ചിൻ്റെ ഒരു ഫ്ലേവർ തരും. അത്രയേ ഉള്ളൂ. അതാണ് കേട്ടോ നമ്മൾ പ്ലം കേക്കിന് നല്ലൊരു മണവും തരും അത്. അങ്ങനെ ഞാൻ ഒരു 1/2 സ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ഞാൻ ആ സിറപ്പിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതും അതിൻ്റെ കൂട്ടത്തിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. അതുവരെയൊക്കെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ലൂസായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഇത് നന്നായിട്ട് കുറുകി ആ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ആ സിറപ്പെല്ലാം പിടിച്ച് അത് കുറുകി വരും. അതുവരെയൊക്കെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം.
പ്ലം കേക്കിന് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നത്. അപ്പം സമയമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ ഇത് ഫുള്ള് ചെയ്ത് വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം കേക്ക് ഉണ്ടാക്കിയാലും മതി. നോർമൽ കേക്ക് ഉണ്ടാക്കുന്നതിനേക്കാളും എക്സ്ട്രാ ഒരു ടൈം ആവശ്യമായിട്ടുള്ളത് ഈ ഒരു ടൈമിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ഡ്രൈ ഫ്രൂട്ട് എല്ലാം ഇതുപോലെ കാരമൽ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ കാരമലും ഡ്രൈ ഫ്രൂട്ടും കൂടെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ആക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ എടുക്കുക. അപ്പോൾ ഞാൻ 2 കപ്പ് മൈദയാണ് എടുക്കുന്നത് 250 ml കപ്പിൽ. ഞാനത് നെറ്റിനകത്തൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് അരിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട്. അപ്പോൾ 2 കപ്പ് മൈദ ഇതുപോലെ കാണാം. നമ്മൾ മേൽവശം ഒന്ന് വടിച്ച് കളഞ്ഞിട്ട് വേണം എടുക്കാൻ. ഇങ്ങനെ കുത്തിക്കോരി എടുക്കാൻ പാടില്ല. ഇപ്പം നിങ്ങളുടെ കയ്യിൽ അളവ് കപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള സാധാ കപ്പ് വെച്ചിട്ട് എടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ അതിനകത്ത് ഇടാൻ പോകുന്നത് ബേക്കിംഗ് സോഡയാണ്. 1/2 ടീസ്പൂണാണ് കേട്ടോ ഇത്. അപ്പോൾ 1/2 ടീസ്പൂണിന് ഞാൻ 2 ടീസ്പൂൺ ഇത് ബേക്കിംഗ് സോഡ ഇടുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ബേക്കിംഗ് പൗഡർ ആവശ്യമായിട്ടുണ്ട്. അത് ഞാനൊരു 1.5 സ്പൂൺ ഇടുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കേക്ക് ഞാൻ 2 കപ്പ് എടുത്തത് കൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ പകുതി മതി എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി വെച്ചിട്ട് നിങ്ങൾ എടുത്താൽ മതി. അപ്പം ഞാൻ അതുപോലെ 1.5 സ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തു. അതിനുശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഇതിനകത്തേക്ക് ഉപ്പിടുന്നില്ല. അപ്പോൾ നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് അരിച്ചെടുക്കണം. ഒരു 2-3 വട്ടമെങ്കിലും നന്നായിട്ട് അരിച്ചെടുക്കുമ്പോഴാണ് കേട്ടോ ആ കേക്ക് നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരികയും ചെയ്യും. ഇത് നമ്മുടെ മിക്സ് എല്ലാ ഇടത്തേക്കും ഒന്ന് എത്തുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് അരിച്ചിട്ടെടുക്കുക. അങ്ങനെ നമ്മൾ 3 വട്ടം ഇത് നമ്മൾ അരിച്ച് മാറ്റി വെക്കുക കേട്ടോ. അത് ഞാനിപ്പോൾ ഒരു പേപ്പറിനകത്തേക്കാണ് അരിച്ചിട്ടത്. ഇതെന്തൊക്കെയാണെന്ന് വെച്ചാൽ മൈദ, സോഡ, പിന്നെ ബേക്കിംഗ് പൗഡർ, ഇത്തരം കാര്യങ്ങൾ ഇത് 3ഉം കൂടി നമ്മൾ അരിച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. അതിനുശേഷം മിക്സിയുടെ ജാർ എടുക്കുക. അത് നന്നായിട്ട് കഴുകി ഉണക്കിയതായിരിക്കണം കേട്ടോ. ഒട്ടും വെള്ളമയം കാണാൻ പാടില്ല. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് പഞ്ചസാര, ഒരു 2-3 കഷ്ണം കറുവപ്പട്ട, 2-3 ഏലക്ക, ഒരു 7-8 ഗ്രാമ്പൂ ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇത് ഒരു 2-3 വട്ടം പൾസ് ചെയ്യുമ്പം തന്നെ ഇത് നന്നായിട്ട് പൊടിഞ്ഞു വരും കേട്ടോ. അത് മിക്സി അങ്ങ് ഫുള്ള് ഇട്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അത് ചൂടായി പോകും. അതുകൊണ്ട് നമ്മളത് പൾസ് ചെയ്ത് എടുക്കുക. അപ്പോൾ അത് മിക്സിയുടെ ജാറ് ചൂടാവാതെ തന്നെ നമുക്കത് പൊടിഞ്ഞ് കിട്ടും. എന്നിട്ട് നമ്മളത് വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് വെക്കും. നമുക്ക് ഈ ജാറിന് ഇനി ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. അങ്ങനെ പഞ്ചസാര പൊടിച്ചത് നമുക്ക് റെഡി ആയിട്ടുണ്ട്. പഞ്ചസാര, ഗ്രാമ്പൂ, പട്ട, ഏലക്ക. ആ ജാറിലേക്ക് തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട, ഞാനൊരു 4 മുട്ടയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ആ 4 മുട്ട നമ്മൾ ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. അങ്ങനെ അത് ഫുള്ള് മുട്ട പൊട്ടിച്ച് ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുക. 4 മുട്ട. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ പകുതി ആവശ്യമുള്ളെങ്കിൽ നിങ്ങൾ 2 മുട്ട ചേർത്താൽ മതി കേട്ടോ. അപ്പം അതിനകത്ത് കൂടെയാണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുട്ട നന്നായിട്ട് ബീറ്റായി വരും കേട്ടോ. അതിൻ്റെ കളറൊക്കെ മാറി ഒരു വൈറ്റ് കളർ ആവണം. അതുകൊണ്ട് അപ്പോൾ ഇത് ഒന്ന് കൊണ്ടുപോയിട്ട് നമ്മൾ നന്നായിട്ട് ഒരു 1st, 2nd, 3rd ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യും. 30 സെക്കൻഡ് ആകുമ്പോൾ തന്നെ അത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വരും. അപ്പോൾ അതായത് നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ കളറൊക്കെ മാറി ഒരു വൈറ്റ് കളറായിരിക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഓയിലും ചേർത്ത് കൊടുക്കുക. 1/2 ml കപ്പിൽ 2 കപ്പ് ഓയിലാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അത് പെട്ടെന്ന് ഇതൊന്ന് മിക്സ് ആവാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അതൊന്ന് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളിതൊന്ന് ക്രീമി ടെക്സ്ചറായിട്ട് വരണം. ഇത് കണ്ടോ, നല്ലൊരു ക്രീമി ടെക്സ്ചറായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതേപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പം ഇതിനകത്തേക്ക് നമ്മളിന് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഈ പഞ്ചസാര ഇട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ കളറൊന്ന് മാറും കേട്ടോ. അതിനകത്തേക്ക് പട്ട, ഗ്രാമ്പൊക്കെ പൊടിച്ച് വെച്ചിരിക്കുന്ന കാരണം. അപ്പോൾ ഇത് നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും അതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. അതൊന്നും കൂടി ഒന്ന് ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ആയി വരേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇതേപോലെ ഇരിക്കും, കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമ്മളത് എടുത്തു വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി ഒഴിച്ച് വെക്കുക. ഇനി ഇതിനകത്തേക്കാണ് നമ്മൾ മൈദയെല്ലാം ചേർത്തിട്ട് മിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ഇതേപോലെയാണ് കേട്ടോ ബാറ്റർ ഉള്ളത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ കുറച്ച് കശുവണ്ടിയും ബദാമും ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മതിയിൽ നിന്നും 2 സ്പൂൺ എടുത്തിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് വെക്കുക. ഇതിപ്പോൾ ഇങ്ങനെ കോട്ട് ചെയ്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് കേക്കിൻ്റെ ബാറ്ററിലിടുമ്പം ഇതെല്ലാം അടിക്ക് പോയിട്ട് അടിഞ്ഞു കിടക്കും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതൊന്ന് കോട്ട് ചെയ്ത് വെക്കുന്നത്. ഇപ്പം ഞാൻ ഇതുപോലെ 2 ട്രേ എടുത്തിട്ടുണ്ട്. ഒന്ന് ഞാൻ എയർ ഫ്രയറിലും ഒന്ന് ഞാൻ കുക്കറിലുമാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ഒരു ബട്ടർ പേപ്പറൊക്കെ ഇട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ അത് ഓയിലൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. ഓയിൽ നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തു. അപ്പോൾ ഞാൻ അതിനടിക്ക് മൈദയൊന്നും അങ്ങനെ തട്ടാറില്ല കേട്ടോ. അതുപോലെ ഓയിൽ ഗ്രീസ് ചെയ്യാറ് മാത്രമേ ഉള്ളൂ. എന്നിട്ട് അതിനകത്തേക്ക് ഞാനൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നു. അങ്ങനെ ബട്ടർ പേപ്പറെല്ലാം അതുപോലെ കട്ട് ചെയ്തെടുത്ത് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2 കേക്ക് ട്രേയും നമുക്ക് ഒന്ന് ശരിയാക്കി എടുക്കാം.
അങ്ങനെ 2 കേക്ക് ട്രേയും നമ്മൾ ബട്ടർ പേപ്പർ ഇട്ട് ശരിയാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഓയിൽ തേച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോയില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ ആദ്യമേ ഉണ്ടാക്കി വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ടിൻ്റെ സിറപ്പ് അത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അത് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് ജസ്റ്റ് ഫോൾഡ് ചെയ്തെടുത്ത് മിക്സ് ചെയ്യണം. ഒരുപാട് ഇട്ട് കുത്തി കുഴയ്ക്കാൻ പാടില്ല. അത് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ട് എല്ലാ സ്ഥലത്തേക്കും എത്തണം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അത് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മൈദയുടെ മിക്സ് അത് ഇതിനകത്തേക്ക് കുറച്ചായിട്ട് ഇട്ടിട്ട് അത് മിക്സ് ചെയ്തെടുക്കുക. ഇതാണ് കേട്ടോ കേക്കിൻ്റെ ആക്ച്വലി മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇത് ഫോൾഡ് ചെയ്തെടുക്കുന്നതിനാണ് ഏറ്റവും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇത് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുത്ത് മാത്രം ഉപയോഗിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചെയ്യാൻ പാടില്ല. ഒരേ സൈഡിലേക്ക് തന്നെ വേണം അത് ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ മിക്സ് കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് തന്നെ സ്പാച്ചില വെച്ചിട്ട് അത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് പകരം ഒരു വിസ്ക് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ അത് കുറച്ചായിട്ട് ഇട്ടിട്ട് വേണം കേട്ടോ അത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ കുറച്ചായിട്ടിട്ട് ഞാനത് മിക്സ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ എൻ്റെ പാത്രം നിറഞ്ഞു പോയതുകൊണ്ട് തന്നെ എൻ്റെ കെട്ടിന് എന്നെ ഇളക്കാൻ വേണ്ടി സഹായിക്കണം കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ താങ്ക്സ് അങ്ങേർക്കാണുള്ളത്. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് വീഡിയോ എടുത്തുന്ന എൻ്റെ കെട്ടിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ബദാമും കശുവണ്ടിയും കുറച്ച് മൈദയിലും ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതങ്ങനെ മിക്സ് ചെയ്ത് കണ്ട പാത്രം നിറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ കെട്ടും പറഞ്ഞ് വേണ്ട ഞാൻ സഹായിക്കാമെന്ന്. അത് കാരണം എൻ്റെ കെട്ടുവിനാണ് കേട്ടോ എനിക്ക് ഇളക്കി മിക്സ് ചെയ്തൊക്കെ തന്നത്. അപ്പം ഇതേപോലെ ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ അത് മിക്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഓർത്തത് അപ്പോൾ ഇത് നമ്മൾ പ്രീഹീറ്റ് ചെയ്തില്ല എന്നുള്ളത്. അപ്പം ഞാൻ പ്രീഹീറ്റിന് വെച്ചു. അപ്പോൾ ഒരു സൈഡിൽ ഞാൻ കുക്കർ പ്രീഹീറ്റിന് വെച്ചു, അപ്പുറത്ത് ഞാൻ എയർ ഫ്രയർ പ്രീഹീറ്റിന് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുക്കർ ഞാൻ ഇതുപോലെ എൻ്റെ പഴയ കുക്കറാണ്. ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന കുക്കറൊന്നും അല്ല കേട്ടോ. അപ്പോൾ ആ പഴയ കുക്കർ ഞാൻ ഇതുപോലെ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതുപോലെ വിസിലൊന്നും ഇടാറില്ല. ഇത് ഞാൻ ഉപയോഗിക്കുന്ന കുക്കർ അല്ലാത്ത കാരണം അതിനകത്ത് വാഷർ കിടപ്പുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വാഷർ ഊരി മാറ്റാം. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ ഞാൻ ഇതുപോലെ തന്നെ നമ്മുടെ എയർ ഫ്രയറും പ്രീഹീറ്റിന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് 80 ഡിഗ്രി സെൽഷ്യസിൽ 5 മിനിറ്റ്സ് അതും പ്രീഹീറ്റിന് വെച്ചു. അപ്പോൾ രണ്ടും ഒരേപോലെ തന്നെ ഞാൻ പ്രീഹീറ്റിന് വെച്ചു. അപ്പോൾ അതേ നമ്മുടെ ബാറ്റർ ഇതേപോലെ ലാസ്റ്റ് മിക്സിംഗ് ഒക്കെ കഴിഞ്ഞ് ഇതേ പരുവത്തിനാണ് വന്ന് തുളുമ്പിയിരിക്കുകയാണ് എൻ്റെ ബാറ്റർ. അപ്പം ഇത് നമുക്ക് 2 ട്രേയിലേക്കും ഒഴിച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. അപ്പം ഞാനിത് 2 ട്രേയിലേക്ക് ഒഴിക്കാൻ പോവാണ്. ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഒരുപാട് ലൂസ് ആവാനും പാടില്ല, ഒരുപാട് തിക്കാവാനും പാടില്ല. ഇതേപോലെ ആവണം കേട്ടോ. ബാറ്റർ എന്ന് പറയുന്നത് റിബൺ പോലെ ഇങ്ങനെ വീഴണം. അപ്പോഴാണിത് നന്നായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് ലൂസായി പോകാതെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ഇതേപോലെ ഞാനിതിപ്പം ആ ട്രേയുടെ 1/4 ഭാഗമാണ് കേട്ടോ ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ അത് ആദ്യത്തെ ട്രേയുടെ 1/4 ഭാഗം ഒഴിച്ചു. അതുപോലെ തന്നെ അടുത്ത ട്രേയിൽ നമുക്ക് 1/4 ഭാഗം അതുപോലെ ഒഴിക്കാം. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നത് 2 ട്രേയിൽ ഒഴിച്ചിട്ടും അത് തീർന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ അത് ഒരു കേക്കിനും കൂടി എക്സ്ട്രാ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2 കേക്ക് ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള ബാറ്റർ മാറ്റി വെച്ചു. അത് ഞാൻ പിന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് 2 എടുത്തതിന് ശേഷം അത് ട്രേ നമുക്ക് വേറെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ 2 ട്രേ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 ട്രേയിലാണ് ഇപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ട്രേ 2 ശരിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി നമ്മളത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനകത്തുള്ള എയർ ബബിൾ ഒന്ന് തട്ടിക്കളയണം. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് തട്ടിക്കളയുക. അതേ ആ എയർ ബബിൾ പൊങ്ങി വരുന്നുണ്ട്. അതങ്ങനെ പൊങ്ങി വന്നിട്ട് പൊട്ടിപ്പോട്ടോ. അതിനനുസരിച്ച് എയർ ബബിൾ ഒന്ന് തട്ടിക്കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വല്ല ടൂത്ത് പിക്കോ വല്ലതും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒന്ന് ഇതാക്കിയാലും മതി കേട്ടോ. അപ്പോൾ എനിക്ക് പണ്ടേ തട്ട് ഭയങ്കര ശീലമായ കാരണം നമുക്ക് തട്ടാണ് കേട്ടോ ശീലം. അതുകൊണ്ട് ഞാൻ തട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 ട്രേയും നമ്മൾ നന്നായിട്ടൊന്ന് തട്ടിക്കൊടുക്കുക. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിരിക്കുകയാണ്. ഇനി ഞാൻ അതിൻ്റെ മേളിൽ കുറച്ച് കശുവണ്ടി ഒരു ഗാർണിഷിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരുപാട് റിച്ചാണ്. പക്ഷേ ഞാൻ ഇച്ചിരി ഇട്ട് കൊടുത്തു, ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ ഞാൻ ആദ്യമേ എയർ ഫ്രയറിലാണ് കേട്ടോ വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് ഇതുപോലെ ഒരു സ്റ്റാൻഡ് ഉണ്ട്. ആ സ്റ്റാൻഡ് എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബാറ്റർ അതിനുള്ളിലേക്ക് വെക്കുക. അപ്പോൾ ഓൾറെഡി പ്രീഹീറ്റൊക്കെ ചെയ്തതാണ് നമ്മൾ. അപ്പോൾ അത് അതിനുള്ളിലേക്ക് വെച്ചിട്ട് അത് അടച്ച് വെക്കുക. അപ്പോൾ അതിനകത്ത് കേക്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ കേക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ 160 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ 30 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും നമുക്കത് കാണാം. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ കുക്കറിലും അതുപോലെ തന്നെ വെക്കാൻ പോവാണ്. ഇപ്പോൾ കുക്കർ ഓൾറെഡി പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ട്രേ നമ്മൾ അതിലേക്ക് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ കൈയൊന്നും പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ട്രേ അതിനകത്ത് കറക്റ്റ് പരുവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ആ ട്രേ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു. എന്നിട്ട് അത് വീണ്ടും അതുപോലെ നമ്മൾ അടച്ച് വെക്കുക. ഇപ്പോൾ കുക്കറിലാണ് വെക്കുന്നത് എങ്കിൽ ഒരു 45 to 50 മിനിറ്റ്സ് വരെ എടുക്കും കേട്ടോ. മറ്റേത് 30 മിനിറ്റ്സ് ആകുമ്പോൾ തന്നെ അത് റെഡിയായി വരും.
അങ്ങനെ നമ്മുടെ എയർ ഫ്രയർ ഇരിക്കുന്നത് 30 മിനിറ്റ്സ് കഴിഞ്ഞ് ഓഫ് ആയിട്ടുണ്ട്. നമ്മളതങ്ങനെ ഓപ്പൺ ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. ഇത് ഓൾറെഡി നമ്മളിതിന് മുമ്പ് ഇങ്ങനെ നമുക്ക് കണ്ണാടിക്കത്തോടെ കാണാൻ പറ്റും. ഇതിങ്ങനെ പൊന്തി വന്ന് ഇങ്ങനെ ഇരുന്ന് വെന്ത് ഇങ്ങനെ പൊന്തി വരുന്നത്. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ 30 മിനിറ്റ്സ് കഴിഞ്ഞ് ഓഫായതിന് ശേഷം നമ്മളത് വെളിയെടുക്കുകയാണ്. ഇതേ ഭാഗത്തിനാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതേപോലെ നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു കേക്ക്. അതിൻ്റെ കളറിനൊന്നും ഒരു കുഴപ്പമില്ല. നമ്മുടെ കാരമൽ നല്ല പരുവായിരുന്നു കേട്ടോ. ഇത് ഒന്ന് കുക്കറിലുണ്ടാക്കിയതും ഒന്ന് എയർ ഫ്രയറിലുണ്ടാക്കിയതാണ്. അപ്പോൾ രണ്ടിനും കളറിന് വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഏകദേശം ഒരേ കളർ തന്നെയാണ്. അങ്ങനെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കുക്കറിലും പറ്റും എയർ ഫ്രയറിലും പറ്റും കേട്ടോ. ഓവൻ വേണം തന്നെ ഒരു നിർബന്ധമില്ല. അപ്പോൾ ഞാനിപ്പം മൂന്നാമത്തെ ബാറ്റർ കുറച്ച് ബാക്കി ഉണ്ടെന്ന് അതും ഞാൻ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് 3 കേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരേ വലുപ്പത്തിലുള്ള 3 കേക്ക് എനിക്ക് ഈ ബാറ്ററിൽ നിന്ന് ചെയ്യാൻ പറ്റി. അപ്പോൾ അതേ കുക്കറിലുണ്ടാക്കിയതിൻ്റെ അടിക്കലത്തെ ഞാൻ ആ പേപ്പറൊക്കെ എടുത്ത് കളഞ്ഞു. അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നല്ല ഒരു കളറും അതിൻ്റെ ആ ടെക്സ്ചറും ഒക്കെ നമുക്ക് നല്ല സോഫ്റ്റാണ് കേട്ടോ. കേക്ക് സോഫ്റ്റ് ആൻഡ് മോയ്സ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഞാനത് കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇനി ഓവൻ ഇല്ലയെന്ന് ഓർത്ത് ആരും ഇനി കേക്ക് ഉണ്ടാക്കാതിരിക്കണ്ട. അപ്പം ഈസി ആയിട്ടുള്ള കേക്കാണിത്. അപ്പം ഇത്ര ഈസി ആയിട്ടുള്ള കേക്ക് നമുക്ക് വീടുകളിൽ തന്നെ ഉണ്ടാക്കാം. നമുക്കങ്ങനെ കടയിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട ഒരാവശ്യമില്ല കേട്ടോ. നിങ്ങൾ കുക്കറിലാണ് കേക്ക് ഉണ്ടാക്കുന്നതെങ്കിൽ അത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് കുറച്ച് ടൈം എടുക്കും. എന്തായാലും 1 hour എടുക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു 50 മിനിറ്റ്സ് എന്തായാലും ആവും. അപ്പം ഓറഞ്ച് ജ്യൂസും റമ്മും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.